മോളെ. പപ്പി കണ്ണു തുറന്നു ഗ്രാൻഡ്മ. ആ മോളെ. എന്റെ മലദൈവങ്ങളെ, ഞാൻ എന്തായി കാണുന്നത്? സത്യ രക്ഷപ്പെട്ടോ സത്യ? ഈ ഗ്രാൻഡ്മയാ മരുന്ന് രക്ഷപ്പെടുത്തിയത്. ഞാനോ ഞാൻ തന്ന പച്ചമരുന്നോ അല്ല മക്കളെ, ദൈവങ്ങളുടെ കാരുണ്യം. ഈ കുഞ്ഞു മോളുടെ പ്രാണന് വേണ്ടി നെഞ്ച് നീരെയുള്ള പ്രാർത്ഥന, ആ കണ്ണുനീര് മലദൈവങ്ങളുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. അല്ല മക്കളെ, നിങ്ങൾ എങ്ങനെയായി കൊടുങ്കാട്ടിലെത്തിയത്? ഒന്നും പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ ഒരാളെ അന്വേഷിച്ചു പോയതാ ഗ്രാൻഡ്മ. അതിനിടയില് വഴിതെറ്റി ഇവിടെ കാട്ടിലെത്തി. രണ്ടാളും പള്ളിക്കൂടത്തിന്ന് ചാടിപ്പോയതല്ലേ? അവരൊക്കെ നിങ്ങളെ കാണാതെ വിഷമിച്ചിരിക്കുകയായിരിക്കും ഇപ്പൊ. നിങ്ങൾ തിരിച്ചങ്ങോട്ട് തന്നെ പോണം. ഇപ്പൊ കുറച്ചു സമയം രണ്ടാളും കിടന്നു. പുലരാറാവുമ്പോ ഞാൻ തന്നെ രണ്ടാളെയും കാടിന് വെളിയിൽ കൊണ്ടാക്കാം. ഈ കട്ടിലിൽ തന്നെ കിടന്നു രണ്ടാളും. സൂര്യോദയം ആവുമ്പോ ഞാൻ വിളിച്ചുണർത്തിക്കോളാം. കിടന്നോ സത്യ? ഇങ്ങോട്ട് കിടന്നോ. ആ കാലിനോട്ട് നീക്കി. ഈ രണ്ടുപേരും കിടന്നുറങ്ങിക്കോ. പപ്പി നീ പേടിച്ചു പോയോ? സാരമില്ല കേട്ടോ, ഞാനില്ലേ കൂടെ. സത്യേ മോളെ, സത്യേ. മോളെ, പപ്പി മോളെ, പപ്പി. സത്യമോളെ.
ഇതെവിടെ പോയി? ഇതെങ്ങനെ ഇവിടെ വന്നേ? പപ്പി വിടടാ, എന്നെ വിടടാ. പപ്പീനെ വിടാൻ, പപ്പീനെ വിടാനാ പറഞ്ഞത്. എന്നെ വിട്. സത്യ, എന്നെ വിട്. എടാ നിക്കടാ അവിടെ. നിക്കാനല്ലേ പറഞ്ഞത്? സത്യ, എന്നെ രക്ഷിക്ക്. എന്നെ വിട്. പപ്പീനെ വിടാൻ. സത്യ, എടാ നിക്കടാ. സത്യ. എന്നെ വീട്. പപ്പി വിടാനല്ലേ പറഞ്ഞേ? രക്ഷിക്ക്. എടാ നിക്കടാ അവിടെ. രക്ഷിക്ക്. എടാ നിക്കടാ. അയ്യോ, എന്നെ വീട്. പപ്പി സത്യവാ. എടാ ദുഷ്ട, നിക്കാനല്ലേ പറഞ്ഞത്? എടാ നിക്കടാ. എന്നെ വീട്. വിടാനല്ലേ പറഞ്ഞേ? പെടയ്ക്കാതിരി വച്ചേ. ഇനി നിന്നെ രക്ഷിക്കാൻ ഈ കാട്ടിൽ ആര് വരാനാ? കാട്ടിലായാലും നാട്ടിലായാലും ആരെങ്കിലുമൊക്കെ രക്ഷപ്പെടുത്താൻ വേണമല്ലോ ബേബി. മാഡം, ഞാൻ ഈ കുഞ്ഞിനെ കാട്ടിൽ ഒറ്റയ്ക്ക് കണ്ടപ്പോൾ രക്ഷിക്കാൻ നോക്കിയതാ. മനസ്സിലായി ബേബി, രക്ഷിക്കാൻ തന്നെ ഞങ്ങളും വന്നത്. കുട്ടിയെ തിരിച്ചവളുടെ വീട്ടിലാക്കണം. അതുപോലെ നിന്നെ നിന്റെ തറവാട്ടിലും. സെൻട്രൽ ജയിലിലെ മോളെ, മോൾക്കൊന്നും പറ്റിയില്ലല്ലോ മോളെ? മേഡം വിടരുത് അവനെ. അയ്യോ, പിടിക്കാവനെ. എണീക്കടാ, എഴുന്നേക്കാൻ. അംഗപരിമിതർക്കെതിരെ അതിക്രമം പാടില്ലെന്നാ. പക്ഷെ നിന്നെ പോലുള്ളവർക്കൊരു വാണിംഗ് കാർഡിന് പോലും അർഹതയില്ല ബേബി. എവിടാ മറ്റേ കുട്ടി സത്യ? അതിന് ഇവിടെ ഉണ്ടായിരുന്ന കുട്ടി എവിടെ മാഡം? പറഞ്ഞില്ലേ ഞാൻ അവളെ രക്ഷിക്കാനാ നോക്കിയെന്നാ. ഇനിയിപ്പോ ഏതെങ്കിലും ആനയുടെ കൊമ്പിലോ പുലിയുടെ പല്ലിലോ നഖത്തിലോ കോത്തിരിക്കും. സുനിതേ, വേഗം പോയി നോക്ക് പത്മിനി എവിടെയെന്ന്. ശരി മേഡം. റാസ്കൽ,
മിണ്ടരുത്. സത്യ നീയോ? വാ. എങ്ങോട്ടാ സത്യ? അധികം ശബ്ദം ഉണ്ടാക്കരുത്. എങ്ങനെയെങ്കിലും കാടിന്റെ പുറത്ത് കിടക്കാം. ചുറ്റി ശത്രുക്കളാ. സത്യ, എനിക്ക് പേടിയുണ്ട് കേട്ടോ. സാരമില്ല, ഞാനില്ലേ കൂടെ. വാ. ദൈവമേ, സമാധാനമായി പൊക്കോളൂ ശാരദാമ്മേ. നിങ്ങളുടെ കുഞ്ഞിന് മീതെയുള്ള മരണപാശം എടുത്തു മാറ്റപ്പെട്ടിരിക്കുന്നു. തിരുമേനി, ശാരദാമ്മയ്ക്കടുത്തേക്കൊരു സർപ്പമിഴഞ്ഞെത്തിയെന്ന് പറഞ്ഞല്ലോ. ഉദ്ദേശം അത് പിൻവാങ്ങിയ വിനാഴികയിൽ തന്നെ എനിക്കൊരു സ്വപ്നദർശനം ഉണ്ടായി. ശാരദാമ്മയുടെ കുഞ്ഞുങ്ങൾ ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടതായി ഒരു സ്ത്രീ സ്വപ്നത്തിൽ വന്നറിയിച്ചു. കൗതുകമെന്താന്ന് വെച്ചാൽ, എന്താ തിരുമേനി? ലക്ഷണങ്ങൾ വച്ചു ശാരദാമ്മ പറഞ്ഞതുപോലെ ഒരു സ്ത്രീയായിരുന്നു അത്. മഴച്ചാറ്റലിൽ ആകെ നനഞ്ഞു കുളിച്ചതുപോലെ. ധർമ്മദേവന്റെ കാലപാശം ഒരാളുടെ കഴുത്തിൽ നിന്ന് ഒഴിവാകുക എന്ന് വെച്ചാൽ അതൊരു അപൂർവ സംഭവം തന്നെയാണ് ശാരദാമ്മേ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മല്ലീശ്വരൻ ക്ഷേത്രത്തെ പാടിപ്പുകഴ്ത്താൻ പാണന്മാരോ സോഷ്യൽ മീഡിയയുടെ പിന്തുണയോ ഒന്നുമില്ല. അല്ലായിരുന്നെങ്കിൽ ഈ സംഭവത്തിന്റെ ഖ്യാതിയും പുറത്തു വന്നേനെ. അതൊന്നും വേണ്ട തിരുമേനി. എനിക്ക് എന്റെ കുഞ്ഞിന്റെ ജീവൻ മാത്രം മതിയായിരുന്നു. ശാരദാമ്മയെ ഞാനാ തൊഴേണ്ടത്. അയ്യോ, തിരുമേനി എന്തായി പറയുന്നത്? ശാരദാമ്മേ, നിങ്ങൾ ആരാണെന്നോ എന്താണെന്നോ എനിക്കറിയില്ല. പക്ഷേ നിങ്ങളുടെ പാതിവൃത്യത്തിന്റെ ശക്തിയും നിശ്ചയദാർഢ്യവുമാണ് മരണദേവന്റെ കയ്യിൽ നിന്നും ആ കുഞ്ഞിന്റെ ജീവൻ തിരികെ കൊടുത്തത്. മക്കളോടും കൊച്ചുമക്കളോടുമൊക്കെ എല്ലാവർക്കും സ്നേഹവും വാത്സല്യവും ഒക്കെ ഉണ്ടാവും. പക്ഷേ അവർക്ക് പകരം കൊടുക്കേണ്ടത് സ്വന്തം ജീവനാണെങ്കിൽ ആരും ഒന്ന് മടിക്കും. ഇവിടെ കൊച്ചുമക്കൾക്ക് വേണ്ടി സ്വന്തം ജീവൻ പകരം വെക്കാൻ തയ്യാറായ നിങ്ങളാണ് ശരിക്കുമുള്ള അമ്മ. നല്ല വാക്കുകൾക്ക് നന്ദിയുണ്ട് തിരുമേനി. പൊയ്ക്കോളൂ ശാരദാമ്മേ. മറ്റേത് ക്ഷേത്രത്തിൽ നിന്നായാലും പിന്നെ കാണാവുന്നൊരു വാക്ക് പറയാറുണ്ട്. ഇവിടെ അത് പറയാൻ വയ്യ. ഒരു വട്ടം കൂടി നന്ദി തിരുമേനി. തിരുമേനി, ആ ബലികർമ്മ അല്ലേ? അതെ. ആ, പേരും നാളും പറഞ്ഞോളൂ. ഭാനുമതി, തിരുവാതിര നക്ഷത്രം. മരിച്ചിട്ടിപ്പോ 41 തിരുമേനി കേട്ട് കാണും വടക്കൊരു ദേശത്തുണ്ടായ ഉരുൾപൊട്ടലിനെ പറ്റി. അതിലാ വല്യമ്മ പോയത്. വിധി എന്നല്ലാതെ എന്തു പറയാൻ. ഒരു 6-7 വർഷം മുമ്പ് ഒരു ഉരുൾപൊട്ടലിൽ നിന്ന് രക്ഷപ്പെട്ടതാ വല്യമ്മ. ഭർത്താവും മക്കളും അടക്കം അടുത്ത ബന്ധുക്കളെല്ലാം ആ ഉരുൾപൊട്ടലിൽ പോയി. അന്ന് അവിടുന്ന് പോയ വല്യമ്മ പിന്നെ വേറെ ഏതോ നാട്ടിൽ പോയി താമസിച്ചു. ആരുടെയോ ചായക്കടയിലോ മറ്റോ ആയിരുന്നു. അതുകൊണ്ട് അന്നം കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ടായില്ല. അവിടെയും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായെന്ന് തോന്നുന്നു. ആരോടും പറയാതെ അവിടെ നിന്നിറങ്ങിയ വല്യമ്മ പിന്നെ പോയത് ഭർത്താവും മക്കളും ഒക്കെ ഉറങ്ങിക്കിടക്കുന്ന മണ്ണിലേക്കാണ്. അവിടെ ഒരു ഓലപ്പുര വളച്ചു കെട്ടി അതിൻ്റെ മുകളിലായിരുന്നു താമസം.
അതിനിടയിൽ ആരെ കണ്ടാലും ആ ചായക്കടയുടെ കാര്യം പറയുമായിരുന്നു. ഏതോ ഒരു ശാരദാമ്മ അവരുടെ മക്കളെയൊക്കെ പേരെടുത്ത് പറയുമായിരുന്നു. സ്വന്തം അമ്മയെപ്പോലുള്ള സ്നേഹം അവർക്കെന്ന്. ഒടുവിലൊരു ഉരുൾ വന്ന് വല്യമ്മയും ഒരു ബന്ധുവെന്ന് പറയാൻ ഞാനേ ഇപ്പോൾ അവശേഷിക്കുന്നുള്ളൂ. ശാരദാമ്മേ, കിഴക്കുമലയിൽ ഉരുൾപൊട്ടലുണ്ടായ ആഴ്ചകൾ കഴിഞ്ഞ ഭാനുമതി അമ്മ വീട്ടിൽ വന്നെന്ന് ശാരദാമ്മ പറഞ്ഞത്. കാര്യങ്ങൾ പെട്ടെന്നായിക്കോട്ടെ. അവിടുന്ന് അവരെന്നെ വിടാൻ മനസ്സുണ്ടായിട്ട് വിട്ടതല്ല. എവിടെന്ന്? ക്യാമ്പീന്ന്. മുറ്റത്ത് വെള്ളം മുട്ടറ്റുമായ മലമുകളിലുള്ള സ്കൂളിലെ അഭയം. ആടും കോഴിയും പശുവും എന്ന് വേണ്ട എല്ലാം അവിടെയാ. അവിടുന്ന് ആരെയും പുറത്തു വിടാറില്ല. ഒരത്യാവശ്യം ആയതുകൊണ്ടാ ഞാൻ ചോദിച്ചിട്ട്. ശാരദാമ്മേ, നമുക്ക് ഇയാളെ ഒന്ന് പരിചയപ്പെടാം. വേണ്ട സ്വാമി, നമുക്ക് പോവാം. ആരാ അവര്?